ഹലോ ഗൈസ്, സുകുമാർ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥനെ അടുത്ത് വന്നിരിക്കുക. എന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, നമ്മൾ കേസ് ഏകദേശം ജയിക്കാറായി സിദ്ധു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് കേട്ടോ, അതിന് ചന്ദ്രമതി ത്യാഗരാജൻ മൊഴി കൊടുക്കാൻ കോടതിയിൽ വരാൻ അനുവദിക്കോ? എനിക്ക് തോന്നുന്നില്ല പ്രഭേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പ്രഭാവതിയും പറയുന്നുണ്ട്, ഓ ശരിയാണല്ലോ, ഇനി അവിടെ എന്തൊക്കെ ചതിയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അരുന്ധതി ത്യാഗരാജനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വീട്ടിൽ വെച്ചിട്ടാട്ടോ. അവിടെ വെച്ചപ്പോ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, അവളെ എല്ലാവരും ഉപേക്ഷിച്ച് അവള് നടു റോട്ടിലോട്ട് ഇറങ്ങി പിച്ചെടുക്കുന്നത് എനിക്ക് കാണണം. അവൾ ആകെപ്പാടെ അടപടലം, എന്താ പറയാ, ഇല്ലാതായി പോണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതിയുടെ ഉള്ളിലെ പക ഇങ്ങനെ ആളി കത്തുവാട്ടോ. എന്താണ് ഈ പകയ്ക്ക് പിന്നിലെ കാരണം എന്ന് മാത്രം നമുക്ക് പിടികിട്ടിയിട്ടില്ല അല്ലെ. അതിന് എന്തായിരിക്കും നമ്മുടെ അരുന്ധതിയും പ്രഭാവതിയും നേർക്കുനേർ വരുന്ന ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സുഗമോദേവി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ അരുന്ധതിയുടെ വീട്ടിൽ വന്നിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇനി എങ്ങാനും നമ്മുടെ ദേവി ജോലിക്ക് വരുന്ന സമയമാണെങ്കിൽ നമ്മുടെ ത്യാഗരാജനെ കണ്ണിൽ പെട്ടാൽ നമ്മുടെ അരുന്ധതിക്ക് മനസ്സിലാകും, അരുന്ധതിക്കല്ല നമ്മുടെ ദേവിക്ക് മനസ്സിലാകും, അരുന്ധതി ഒരു ചതിയെത്തിയാണ്, തങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ത്യാഗരാജനെ പോലെയുള്ള ഒരു ശത്രു തന്നെയാണ് അരുന്ധതി എന്നുള്ള ഒരു കാര്യം നമ്മുടെ ദേവിക്ക് മനസ്സിലാകുമായിരിക്കും അല്ലെ. അങ്ങനെ ഒരു രംഗം വരികയാണെങ്കിൽ കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് നല്ലതായിട്ട് തോന്നും അല്ലെ കൂട്ടുകാരെ. എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.